Jumbalakale, Jumbale, Jumbalakale, Jumbalakale. സെൽഫി ഉലകത്തിലെ സെൽഫിഷാ മാറിപ്പുട്ടോ, വാട്സാപ്പ് ഉലകത്തിലെ വാർക്കയെ തവിച്ചുപുട്ടോ, ഇൻസ്റ്റ ഉലകത്തിലെ ഇമേജ് കെടുത്തുപുട്ടോ, ഫേസ്ബുക്ക് ഉലകത്തിലെ ഫേസ് തൊലച്ചുപുട്ടോ. ബെസ്റ്റിടാ എല്ലാം ബെസ്റ്റിടാ, എപ്പോഴും യേസുദാനെ ബെസ്റ്റിടാ. ബെസ്റ്റിടാ എല്ലാം ബെസ്റ്റിടാ, എപ്പോഴും യേസുദാനെ ബെസ്റ്റിടാ. ബെസ്റ്റ് 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 ഇങ്ങ യേസുദാനെ ബെസ്റ്റ്. ബെസ്റ്റ് 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 ഇൻ ദ വേൾഡ് ദാനെ ബെസ്റ്റ്. ബെസ്റ്റ് 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 ഇങ്ങ യേസുദാനെ ബെസ്റ്റ്. ബെസ്റ്റ് 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 ഇൻ ദ വേൾഡ് ദാനെ ബെസ്റ്റ്. ചിക്കര ചിക്ക ചിക്കര ചിക്ക ചിക്കര ചിക്ക ച, ചിക്കര ചിക്ക ചിക്കര ചിക്ക ചിക്കര ചിക്ക ച, ചിക്കര ചിക്ക ചിക്കര ചിക്ക ചിക്കര ചിക്ക ച, ചിക്കര ചിക്ക ചിക്കര ചിക്ക ചിക്കര ചിക്ക ച. നമ്പിനാലിനെ കാണാமல் പോയിടും. ഓർക്കാ നീ നമ്പിനാൽ ഉലകത്തെ മറന്നിടും. റീൽസ് നീ നമ്പിനാൽ റിയൽ എല്ലാം മറന്നിടും. ലൈവ് നീ നമ്പിനാൽ ലൈഫ് എല്ലാം നിലനിടും. ബെസ്റ്റിടാ എല്ലാം ബെസ്റ്റിടാ, എപ്പോഴും യേസുദാനെ ബെസ്റ്റിടാ. ബെസ്റ്റിടാ എല്ലാം ബെസ്റ്റിടാ, എപ്പോഴും യേസുദാനെ ബെസ്റ്റിടാ. ബെസ്റ്റ് 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 ഇങ്ങ യേസുദാനെ ബെസ്റ്റ്. ബെസ്റ്റ് 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 ഇൻ ദ വേൾഡ് ദാനെ ബെസ്റ്റ്. ബെസ്റ്റ് 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 ഇങ്ങ യേസുദാനെ ബെസ്റ്റ്. ബെസ്റ്റ് 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 ഇൻ ദ വേൾഡ് ദാനെ ബെസ്റ്റ്. Jumbale, Jumbalakale, Jumbalakale. Jumbale, Jumbalakale, Jumbalakale. Jumbale, Jumbalakale, Jumbalakale. Jumbale, Jumbalakale. നമ്മൾ ലോകം വിട്ട് മാറ്റപ്പെടുന്ന അവസ്ഥകൾ വരും. പക്ഷേ നമ്മുടെ തലമുറകൾ ഇനിയും ഏറെക്കാലം നമ്മുടെ ദേശത്ത് പാർക്കേണ്ടവരാണ്. നമ്മുടെ ദേശത്തിന് അനുഗ്രഹമായി മാറേണ്ടവരാണ്. അവരെ കർത്താവിന്റെ വചനത്തിൽ അവരെ വളർത്തുമ്പോൾ നമ്മുടെ ദേശത്ത് വലിയൊരു അനുഗ്രഹമായി മാറുമെന്നതിൽ നമുക്ക് ഒരു സംശയം കൂടാതെ നമുക്ക് വിശ്വസിക്കാം. നാളുകളിൽ നമ്മുടേതായ കേരളത്തിലും ചുറ്റുമുള്ളതായ പ്രദേശങ്ങളിൽ മയക്കമരുന്നും മദ്യവും വർദ്ധിച്ചു വരികയാണ്. ഈ നാളുകളിൽ പ്രിയപ്പെട്ടവരെ, തലമുറകളെ നാശത്തിലേക്ക് തള്ളിവിടുന്നതായ ഈ കൊടൂരമായ ഈ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ വകുപ്പുകൾ, ബോധവൽക്കരണം അവർക്ക് ആവശ്യമാണ്. അതുമാത്രമല്ല, ഈ സന്ദേശം കേൾക്കുന്നവർ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഭവനത്തിലോ അല്ലെങ്കിൽ കടകളിലോ അല്ലെങ്കിൽ ആയിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ ആയിരിക്കുമെങ്കിൽ പലപ്പോഴും പലരിൽ കൂടി ഈ സന്ദേശം നിങ്ങളുടെ ചെവികളിലേക്ക് എത്തിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് സായങ്കാല വേളയിൽ നല്ലൊരു അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ചിലപ്പം ഈ വചനം കേൾക്കുമ്പോഴായിരിക്കും, ഈ സന്ദേശം കേൾക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുന്നത്. അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല. രാത്രി ഭവനത്തിലേക്ക് സഹോദരന്മാർ കടന്നു വരുമ്പോൾ, പിതാക്കന്മാർ കടന്നു വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ കുടുംബത്തിനകത്ത് പാർക്കുന്നതായ അനേക സമാധാനം നഷ്ടപ്പെട്ടവരായി ഇല്ലെങ്കിലും സന്തോഷത്തോടെ ഭക്ഷിച്ച് ആഹാരം കഴിച്ച് രാത്രി സന്തോഷത്തോടെ കിടന്നുറങ്ങണമെന്ന് ചിന്തിച്ച് ആയിരിക്കുമ്പോഴായിരിക്കും കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ വീട്ടിനകത്ത് കയറുന്നു വരുന്നവർ ജീവിതത്തിൽ മദ്യം കഴിച്ച് ബോധകെട്ട് ലെക്കുകെട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് ജീവിത ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. നാളുകളിൽ നമ്മുടെ കേരളത്തിൻ്റെതായ ഉടനീളം പകുതികളിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. നാളുകൾ തിരുവനന്തപുരം ഭാഗത്ത് ഒരു കുടുംബത്തിൽപ്പെട്ടതായ ഒരു യവനക്കാരൻ മയക്കുമരുന്ന് ഉപയോഗിച്ച് എന്റെ കുടുംബത്തിലുള്ളതായ 5 പേരെ ഒരു വീട്ടിനകത്തുള്ളവരെ അവൻ കൊല ചെയ്തു. കാരണം മയക്കുമരുന്ന്. ഈ മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതവനായി സ്വന്തം അമ്മയെയും സ്വന്തം അപ്പനെയും സ്വന്തം കുടുംബാംഗങ്ങളെയും സഹോദരന്മാരെയും അവൻ കൊല ചെയ്യുന്നവനായി. എന്തിന്?
തന്റെ സ്വന്തം സഹോദരനെ പോലും കൊല ചെയ്യുന്നവനായി അവൻ മാറുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് അതിനെ ചേർക്കാം. അല്ലാതെ അതിനെ ചേർത്ത് അതിനെ നിർത്തുവാൻ നമുക്ക് കഴിയുന്നവരെ നമുക്ക് പോരാടാം. നമുക്ക് ഒത്തൊരുമിച്ചാൽ നമ്മുടെ വട്ടപ്പുറ ദേശത്ത് ഇവകളിൽ നിന്നും പൂർണ്ണമായി മോചനമുണ്ടാകുവാൻ, കൂടുതൽ വിടുതലുണ്ടാകുവാൻ നമ്മളിൽ കൂടി കഴിയുമെങ്കിൽ കർത്താവ് സന്തോഷപ്പെടുകയാണ്. അതിനുവേണ്ടിയല്ലയോ ദൈവം മുൻകൂട്ടിയെ നമ്മളെ തിരഞ്ഞെടുത്ത് ഈ സന്ദേശമായി നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ ദാസന്മാർ മാത്രമല്ല, സഭയിലുള്ളതായ പ്രിയപ്പെട്ടതായ കുടുംബങ്ങൾ മാത്രമല്ല, ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇവിടെ വന്നിട്ടുണ്ട്, യൗവനക്കാരിവിടെ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെതായ വചനം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമുണ്ടാകുവാനിടയായി തീരണം. അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാനിടയായി തീരണം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെതായ മേഖലകളിൽ നമ്മൾ കർത്താവിന് വേണ്ടി നിന്ന് കർത്താവിനെ അറിഞ്ഞ് കർത്താവിൽ ബലപ്പെടുവാൻ സ്വർഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക സംഭവങ്ങളുണ്ട്. എങ്കിലും ഒരു സംഭവത്തെ ഞങ്ങൾ മുമ്പ് വയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കർത്താവാകുന്ന ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവത്തിന് സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യ സന്തതി ഭൂമിയിൽ പെരുകി വന്നു. നോഹയുടെ കാലം വന്നപ്പോൾ മനുഷ്യൻ പാപം ചെയ്തവനായി, ദൈവത്തെ അറിയാത്തവനായി, ദൈവത്തിൽ നിന്നും അകന്നുപോയി ജീവിച്ച കാലഘട്ടങ്ങൾ മാറി. നോഹ എന്ന കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തു. അവന് കൂടി ഈ ഭൂമിയെ പിന്നെയും അനുഗ്രഹിക്കാൻ ഹിതം കൊണ്ട് വചനത്തിൽ വ്യക്തമായി പറയുന്നു. നോഹയ്ക്ക് ജീവിതത്തിൽ അവൻ കൃഷിക്കാരനായി മാറി. അവനൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. അവൻ അവയെ പിഴിഞ്ഞെടുത്ത് അവയെ വീഞ്ഞാക്കി അത് കുടിച്ച് ലക്കുകെട്ട് വസ്ത്രം നഷ്ടപ്പെട്ടവനായി തന്റെ ഭവനത്തിനകത്ത് വചനം പറയുന്നു അവൻ മദ്യപിച്ച് ലഹരികെട്ട് തന്റെ കൂടാരത്തിൽ വസ്ത്രമില്ലാത്തവനായി അവൻ കിടക്കുകയാണ്. ഇത് അവന്റെ മകൻ എന്ന് പറയുന്ന കാണുവാനിടയായി തീർന്നു. എന്നാൽ വചന വ്യക്തമായി താഴോട്ട് വിളിച്ചു പറയുന്നു, ഒരു യോന എന്ന് പറയുന്ന ഒരു അപ്പനിൽ കൂടി ഒരു സന്തതി ഈ ദേശത്ത് പാപത്തിനടിമയാൽ, അല്ലാതെ ആ മകൻ ലോകത്ത് ശാപത്തിലേക്ക് നയിക്കുവാൻ കാരണമായത് ആരെന്ന് ചോദിച്ചാൽ നോഹയാണ്. സ്വന്തം അപ്പൻ മുഖാന്തരം ഒരു സന്തതി ഈ ഭൂമിയിൽ ശപിക്കപ്പെട്ട ഒരു മകനെ അവൻ ജീവിതത്തിലേക്ക് നയിപ്പാനിടയായി തീർന്നു. കാരണം എന്താണ്? ഇവൻ കുടിച്ച് ബോധം നഷ്ടപ്പെട്ട് തന്റെ വീട്ടിനകത്ത് വസ്ത്രമില്ലാത്തവനായി കിടന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ സന്ദേശം കേൾക്കുന്നവരെ, പ്രിയ പിതാവേ, പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നതിന് കാരണമെന്ന് ചോദിച്ചാൽ മദ്യമാണ്, ലഹരിയാണ്, മയക്കുമരുന്നാണ്. പലപ്പോഴും ചിന്തിക്കാം, ക്ഷീണം തീർക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ക്ഷീണം തീരുമ്പോൾ തന്നെ നീ ലോകമുള്ളവനായി തീരുവാൻ ഇത് കാരണമാകുകയാണ്. മയക്കുമരുന്ന് ചില നാളുകൾ നീ കഴിച്ചു കഴിഞ്ഞാൽ, അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ചില വർഷങ്ങൾ പിന്നിടുമ്പോൾ നീ ഒരു രോഗിയായി മാറും. കുടുംബത്തിന് അനുഗ്രഹമായിരിക്കേണ്ടവൻ ഇരിക്കേണ്ടവർ നാളുകളിൽ അവൻ രോഗിയായി തീരാൻ കുടുംബത്തിന്റെ സമാധാനം കെട്ടുപോകും. ജീവിത സമ്പാദ്യമെല്ലാം ഹോസ്പിറ്റലിലേക്ക് പോകുവാനിടയായി തീരും. തലമുറകൾ പിഴച്ചു പോകും. ഇതിനാരാണ് ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്ക് കഴിയും? ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇതിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ അവയിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വരണമെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനിടയായി തീരും. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ എഴുന്നേൽക്കും. പ്രിയ മക്കളെ, പ്രിയജനമേ, ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവന് ലാഭമെന്ന്. അവനെല്ലാം നഷ്ടപ്പെട്ടവനായി മാറുമ്പോൾ അവൻ ജീവിതത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതിനെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. അത് കഴിയണമെങ്കിൽ
കർത്താവിൽ കൂടി മാത്രമേ കഴിയുള്ളൂ എന്ന കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. അതിന് പൂർണ്ണമായി നിങ്ങൾ കടന്നു വരുവാൻ കർത്താവ് നിങ്ങൾക്ക് സഹായം നൽകാനിടയായി തീരും. നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ, ഏത് സ്ഥാനത്തായിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പൂർണ്ണമായി മോചിക്കപ്പെട്ട് വിട്ടുമാറി പുറത്തു വരുവാൻ ആഗ്രഹം ഉണ്ട്. പക്ഷേ എനിക്ക് കഴിയുന്നില്ല. നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഞാൻ കർത്താവേ, ഇതിൽ നിന്നും എനിക്ക് പൂർണ്ണമായി പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ആയിരിക്കുന്ന ഏത് മേഖലയായാലും ദൈവത്തോട് വിളിച്ചു പറഞ്ഞാൽ ദൈവം നിങ്ങളെ സഹായിപ്പാൻ അവനിടയായി തീരും. പുതിയ നിയമത്തിൽ ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. മൂത്തവൻ അപ്പനോടുകൂടെ പാർത്തു. ചെറിയ മകൻ അപ്പന്റെ കയ്യിൽ നിന്നും അപ്പൻ അവന് കൊടുക്കേണ്ടതായ സകല നന്മകളും മേടിച്ചെടുത്ത് ഒരു ദൂരദേശത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ സഹോദരന്മാരുണ്ടായി, കൂട്ടുകാരുണ്ടായി. അവൻ ആഡംബരം ജീവിതം ജീവിച്ചു. അവന്റെ മനസ്സും അവൻ്റെതായ ചിന്തയും എങ്ങനെയൊക്കെ ആകണമെന്ന് ചിന്തിക്കുന്നു, അതുപോലെ അവൻ ജീവിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവനായി. സമാധാനം നഷ്ടപ്പെട്ടു, രോഗം പിടിപെട്ടു, കൂട്ടുകാരൊക്കെ മാറിപ്പോയി. അവൻ ലോകത്തിന്, പാപത്തിന് അടിമയായവനായി മാറി. കഴിപ്പാൻ പോലും ആഹാരമില്ലാത്തവനായി, ജീവിപ്പാൻ ഒരു നിവൃത്തിയില്ലാത്തവനായി ചെന്നപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ജീവിക്കുവാൻ ഒരു മാർഗം കണ്ടെത്തി. പന്നികൾ മേയ്ക്കുന്നതായ ഒരു ഉടമയുടേതായ ഭവനത്തിലേക്ക് ചെന്നു. അവിടെ ആഹാരമില്ല, വസ്ത്രമില്ല, പാർക്കുവാൻ സ്ഥലമില്ല. പന്നികൾ തിന്നുന്നതായ വാഴവരെ തിന്നുവാൻ അവൻ തീരുമാനിച്ച് അത് തിന്ന് തന്നെ വിശപ്പടക്കുവാനിടയായി തീർന്നു. ഒരിക്കൽ അവൻ ചിന്തിച്ചു, അയ്യോ, എന്റെ അപ്പൻ ധനികനല്ലേ, എന്റെ അപ്പന്റെ വീട്ടിൽ വേലക്കാരുണ്ട്, പക്ഷേ യജമാനായി ജീവിക്കേണ്ട ഞാൻ ഇപ്പോൾ ഒരു പന്നിയുടേതായ വാഴവരെ തിന്നുകയാണ്. സമാധാനമില്ലാതവനെ മാറി, രോഗം പിടിക്കപ്പെട്ടവനെ മാറി. എനിക്ക് ഏറെ കുടുംബങ്ങളുണ്ട്, അപ്പനുണ്ട്, അമ്മ ഉണ്ട്, സഹോദരനുണ്ട്, വേലക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഏകനായി തീർന്നു എന്ന് ചിന്തിച്ചപ്പോൾ അവന് മനസ്സിലിങ്ങനെ തോന്നി, ഞാൻ ഒരു തീരുമാനമെടുക്കാൻ പോകുകയാണ്. ഞാൻ അപ്പനടുത്ത് ചെന്ന്, അപ്പാ, ഞാൻ സ്വർഗത്തിന് വിരോധമായും നിനക്ക് വിരോധമായും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എന്നെ ഇവിടെ മകനായി നീ ചേർത്തുകൊള്ളേണ്ട, അവിടെ വേലക്കാർ ഒരുത്തനായി എന്നെ ചേർത്തുകൊണ്ടാൽ മതി എന്ന് ചിന്തിച്ച് അപ്പന്റെ അടുത്ത് ചെന്നു. അപ്പൻ മകൻ എന്ന് വരുമെന്ന് ചിന്തിച്ച് ദൂരെ അവൻ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുകയാണ്. മകന്റെ വരവ് കണ്ടപ്പോൾ, ഏറെ വർഷങ്ങൾക്ക് ശേഷം മകന്റെ വരവ് കണ്ടപ്പോൾ അപ്പൻ മകന്റെ അടുത്ത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ച് അവനെ ചുംബിപ്പിച്ച് തന്റെ ഭവനത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. ഇനി കേൾക്കുന്നവരെ, ഇന്ന് സായങ്കാല വേളയിൽ ഈ സന്ദേശങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ഏത് മേഖലയായിരുന്നാലും നമ്മുടെ പിതാവാം ദൈവം കർത്താവ് യേശു ക്രിസ്തു എന്റെ മകൻ എന്ന് ഈ പാപം വിട്ടിട്ട്, ഈ ദുശ്ശീലനം വിട്ടിട്ട്, മയക്കുമരുന്ന് വിട്ടിട്ട്, ശാരായം വിട്ടിട്ട്, ലോകത്തിനായ പാപം വിട്ടിട്ട് സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന, സന്തോഷത്തിന് വേണ്ടി കൊതിക്കുന്ന എന്റെ മകൻ എന്നെങ്കിലും എന്റെ അടുത്ത് വരുമെന്ന് അവൻ കാത്തിരിക്കുകയാണ്. ഈ നിമിഷത്ത് ഏത് മേഖലയിലായിരുന്നാലും ഹൃദയം തുറന്ന് ദൈവമേ, ഇതാ ഞാൻ നിങ്ങളുടെ അടുത്ത് വരികയാണെന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളെ സ്വീകരിക്കും. നിങ്ങളുടെ പാപത്തിന് പരിഹാരമുണ്ടാകും. രോഗം അവൻ തുടച്ചു മാറ്റും. നിന്റെ ഭവനത്തിനകത്തുള്ള സമാധാനം മടങ്ങി വരുവാനിടയായി തീരും. കുടുംബം അനുഗ്രഹം പ്രാപിപ്പാനിടയായി തീരും. നീ നന്മ പ്രാപിപ്പാനിടയായി തീരും. നീ ആയുഷ്കാലം കൂടിയവനായി കുടുംബത്തിനകത്ത് വാഴുവാനിടയായി തീരും. ഇതിന് ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ. ആയിരിക്കുന്ന മേഖല ചിന്തിക്കുക, കർത്താവിലേക്ക് മടങ്ങി വരിക. ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ സായങ്കാല വേളയിൽ യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവോട് നിങ്ങൾ ചോദിച്ചാൽ അവൻ നിങ്ങളുടെ ജീവിതം മാറ്റും. അവൻ നിങ്ങളുടെ കുടുംബത്തിൽ വരും. അവൻ നിങ്ങൾക്ക് സമാധാനം നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ വൻ കാര്യങ്ങളായിരിക്കും. ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ തീരുമാനമെടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ബൈബിൾ ബിലീവേഴ്സ് അസംബ്ലി വട്ടപ്പത സഭയിലേക്ക് കടന്നു വരാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മരണത്തിലേക്ക് പോകുന്നവർ, ശാപത്തിലേക്ക് കിടക്കുന്നവർ, ഈ നാളുകളിൽ നിങ്ങൾ മടങ്ങി വരിക. സ്വർഗ്ഗം നിങ്ങളെ മാനിപ്പാനിടയായി തീരും. ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ ഒരുക്കിയതായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും
ആശ്വാസവും ദൈവം നിങ്ങൾ പകരട്ടെ എന്ന് പറഞ്ഞ് ഈ വാക്കിന് ഞാൻ നിങ്ങൾക്ക് ആമേൻ ഞാൻ വിരമിക്കുകയാണ്. സ്വർഗ്ഗം നിങ്ങളെ മാനിക്കട്ടെ. God bless you. Amen.